നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമരം തുടരുന്നു. അധ്യായം 20. എല്ലാവരും മുറ്റത്തു നിന്നപ്പോഴായിരുന്നു പയ്യൻകൂട്ടരുടെ വരവുണ്ടായത്. ഏറ്റവും മുന്നിൽ വന്നത് ലയയ്ക്ക് സമ്മാനിച്ച കാറായിരുന്നു. പിന്നാലെ മറ്റു വണ്ടികൾ. എല്ലാ കണ്ണുകളും ലയയ്ക്ക് സമ്മാനിച്ച കാറിലായിരുന്നു. അതിൽ നിന്ന് അരുൺ ഇറങ്ങുന്നത് കണ്ടപ്പോൾ മധുചന്ദ്രന് വിശ്വസിക്കാനായില്ല. മറുവശത്ത് നിന്ന് ലയയും ഇറങ്ങി. പിന്നിൽ അശോകൻ്റെയും ആനന്ദിൻ്റെയും മക്കളും ഇറങ്ങി. മറ്റു വണ്ടികളിൽ നിന്ന് 20ഓളം പേർ ഇറങ്ങി വന്നു. മധുചന്ദ്രൻ മഹേന്ദ്രന് കൈകൊടുത്ത് സ്വീകരിച്ചു. ഹൈമവതി ഒഴികെ മറ്റെല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഹൈമവതി വരാതിരുന്നത് BP കൂടിയതുകൊണ്ടാണെന്ന് മഹേന്ദ്രൻ അറിയിച്ചു. വീട്ടിലേക്ക് കയറിയ ഉടനെ ലയ നേരെ മുകളിലെ മുറിയിലേക്ക് പോയി. കയ്യിലിരുന്ന ബാഗ് അവൾ ടേബിളിൽ വച്ചിട്ട് ബെഡിൽ ചെന്നിരുന്നു. സുജാത മുറിയിലേക്ക് കയറി വന്ന് വാതിലടച്ചു. വേണ്ടെന്ന് പറഞ്ഞ കാറിലാണല്ലോ നീയും അരുണും വന്നത്. അത് അയാളുടെ അഭിനയമാണ്, അമ്മയ്ക്കത് മനസ്സിലായില്ലേ? സുജാത നെറ്റി ചുളിച്ചു. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ലെന്നായിരുന്നു ഇന്നലെ എടുത്ത തീരുമാനം. രാത്രിയുണ്ടായ പ്രശ്നം കൂടിയായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പ്രമീള ചേട്ടത്തിയോട് പറഞ്ഞു. അതു തടയാനാ എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള ഈ വരവ്. അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ കാറിൽ അരുണേട്ടൻ കയറുമോ? ലയയുടെ മുഖത്ത് വെറുപ്പു നിറഞ്ഞു. അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവായല്ലോ, സുജാത ആശ്വസിച്ചു. ലയ എഴുന്നേറ്റു. എന്തു സോൾവായെന്നാ അമ്മ പറയുന്നത്? ഞാൻ അവരുടെ കൂടെ പോവില്ല. ഇറങ്ങാൻ നേരം വിളിക്കട്ടെ. എല്ലാവരുടെയും മുന്നിൽ വച്ച് ഞാൻ എല്ലാം പറയുന്നുണ്ട്. എൻ്റെ ആഭരണങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാറും ഇവിടെ എത്തി. എനിക്കിനി നഷ്ടങ്ങളൊന്നുമില്ല. പോകില്ലെന്നു പറഞ്ഞാൽ നിന്നെ തുണയ്ക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? ലയ സുജാതയെ തറപ്പിച്ചു നോക്കി. എനിക്കതിനു കഴിയില്ല മോളെ. നിന്നെ അമ്മ കൈയൊഴിയുന്നതല്ല. ഞാൻ കടന്നുപോകുന്ന സാഹചര്യം ഇപ്പോൾ അതാണ്. നിന്റെ അച്ഛൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് വേണ്ടി യദുവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിരാവിലെ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ നിന്നിറങ്ങിയ യദുവിനെ നിന്റെ അച്ഛൻ പിടിച്ചു നിർത്തിയത് എന്തു പറഞ്ഞാണെന്നറിയാമോ? നിസ്സാര കാര്യം പറഞ്ഞു വീർപ്പിച്ച് നീ പുറത്തു ചാടാൻ ശ്രമിക്കുന്നത് ഭവാനിയെ മനസ്സിൽ കണ്ടാണെന്ന്. ലയ ഞെട്ടിപ്പോയി. യദു ഒരിക്കലും അറിയരുതെന്ന് ആഗ്രഹിച്ച കാര്യം നിന്റെ അച്ഛനായി തുറന്നടിച്ചു. നിന്നെ ഇവിടെ നിർത്താൻ ഇനി അവൻ ധൈര്യം കാണിക്കുമോ? വിരുന്നുണ്ട് പോകാൻ ഇറങ്ങുന്നവരുടെ കൂടെ നീ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. നിനക്ക് മുറിയടച്ചിരിക്കാം. ബന്ധുക്കളോട് നിന്റെ അച്ഛന് സമാധാനം പറഞ്ഞേ തീരൂ. യദുവിനോട് പറഞ്ഞത് തന്നെ നിന്റെ അച്ഛൻ ബന്ധുക്കളോടും പറയും. അരുണിൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാൽ അത് ചെലവാകാൻ പോകുന്നില്ല. ഓട്ടോക്കാരനെ മറക്കാൻ കഴിയാതെ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചവളായിട്ടേ എല്ലാവരും നിന്നെ കാണൂ. അധികം വൈകാതെ അരുണിൻ്റെ വീട്ടുകാരുടെ കാതിലും അതെത്തും. നിന്റെ അച്ഛൻ പിന്നെ ഇവിടെ നിൽക്കില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു പെണ്ണെന്ന നിലയിലുള്ള എൻ്റെ ജീവിതം തീർന്നു. ലയ പിറുപിറുത്തു. നിന്റെ മാത്രമല്ല മോളെ, ഒട്ടുമിക്ക പെണ്ണിൻ്റെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. കളിപ്പാവ മാത്രമാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയ എത്രയോ പേർ. സുജാതയുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ അടർന്നു വീണു. ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. ഈ ദിവസം ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഒരു വിധത്തിലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ അമ്മയെ വിവരമറിയിക്കുക. എനിക്കൊരു ജോലിയുണ്ട്. നിന്നെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം. അല്ലെങ്കിൽ അതുമാത്രം എന്തിനാ ബാക്കി വയ്ക്കുന്നത്? വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. സുജാത വാതിൽ തുറന്നു. പുറത്ത് അരുണും യദുവും നിൽക്കുന്നു. ദേ ആൻറ്റി ഇവിടുണ്ട്. അവിടെ അങ്കിൾ അന്വേഷിക്കുക. അരുൺ ചിരിച്ചു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലാം. സുജാത പുറത്തേക്കിറങ്ങി. അരുൺ റൂമിൽ കയറിയിട്ട് ആകമാനമൊന്ന് നോക്കി. യദു പുറത്തു നിന്നതേയുള്ളൂ. മുറി ഇഷ്ടമായ രീതിയിൽ അരുൺ ചിരിച്ചു. അളിയൻ കയറി വാ. ലയയോട് സംസാരിക്കാനല്ലേ ഞാനിപ്പോൾ അളിയനെയും കൂട്ടി വന്നത്. യദു അകത്ത് കയറി. അരുൺ ടേബിളിൻ്റെ അരുകുപറ്റി നിന്നതേയുള്ളൂ. അളിയ, ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അളിയൻ അതൊന്ന് സോൾവ് ചെയ്യണം. യദു ലയയെ നോക്കി. അവൾ മുഖമുയർത്തിയില്ല. ഇന്നേ വരെ ഞാനൊരു പെണ്ണിൻ്റെയും പിന്നാലെ പോയിട്ടില്ല. ഒരുത്തിയെയും പ്രേമിച്ചിട്ടുമില്ല. അതുകൊണ്ടാവും പെണ്ണിൻ്റെ മനസ്സറിയാൻ കഴിയാതെ പോയത്. അളിയൻ ഇതൊന്ന് കേൾക്ക്. ആദ്യ ദിവസവും അതിൻ്റെ തിരിച്ചടി എന്നോണം പിറ്റേ ദിവസം രാത്രി ഉണ്ടായതും അരുൺ പറഞ്ഞു. തെറ്റെൻ്റെ ഭാഗത്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി.
ഞാനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് രാവിലെ സ്ഥലം വിടുമെന്നൊക്കെ ലയയും പറഞ്ഞു. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെങ്കിലും എന്നെ അത് വേദനിപ്പിച്ചു. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊന്നും ഉണ്ടാവില്ലെന്ന് അളിയനു ഞാൻ ഉറപ്പു തരികയാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അളിയൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം. അവളോട് മാപ്പിരക്കാനും തയ്യാറാ ഞാൻ. അരുൺ രണ്ടുപേരെയും ഗൂഢമായി നോക്കി. അരുണിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നുമായിരുന്നില്ല. അരുൺ ഇപ്പോൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പരസ്പരം ക്ഷമിക്കാവുന്ന കാര്യമേയുള്ളൂ. ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ. വാശിയും ദേഷ്യവും മറന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. അതു കാണാനല്ലേ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. യദുവിൻ്റെ ഉപദേശം ലയയെ ഞെട്ടിച്ചു കളഞ്ഞു. ഇങ്ങോട്ട് ഓടി വരുമ്പോൾ യദുവേട്ടനിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത്. അച്ഛൻ നടത്തിയ ഈ വെളിപ്പെടുത്തൽ തന്നെ ഭവാനിയുമായുള്ള പ്രണയം. ഞാനിത് അക്ഷരം പ്രതി പാലിക്കുമളിയാ. എങ്കിൽ പിന്നെ അവൾക്കെന്തു പ്രശ്നമാണ് ഉള്ളത്? യദു പറഞ്ഞതും അരുൺ വന്നു കൈപിടിച്ചു. സന്തോഷമായി അളിയ. അരുൺ ലയയെ നോക്കി ചിരിച്ചു. നീ അറിഞ്ഞതൊന്നുമല്ലടി അരുൺ. നിന്നെ മോഹിച്ച് സ്വന്തമാക്കിയിട്ട് വിട്ടുകളയാൻ മാത്രം മണ്ടനല്ല ഞാൻ. എന്നാൽ അളിയൻ വാ, നമുക്കങ്ങോട്ട് പോകാം. അരുൺ യദുവിൻ്റെ തോളിൽ കൈവച്ച് നടത്തിക്കൊണ്ടുപോയി. എല്ലാം പെട്ടെന്ന് തീർന്ന നാടകം പോലെ അവൾക്ക് തോന്നി. തന്നോടൊന്നും മിണ്ടാനുള്ള മനസ്സുപോലും യദുവേട്ടൻ കാണിച്ചില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല യദുവേട്ടൻ. ലയയ്ക്ക് അധിക നേരം അവിടെ ഇരിക്കാനായില്ല. സിതാരയും കുട്ടികളും വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ സദ്യയായി, യാത്ര പറച്ചിലായി. കൊണ്ടുവന്ന ബാഗുമായി ലയയ്ക്ക് അരുണിൻ്റെ കൂടെ മടങ്ങിപ്പോകേണ്ടി വന്നു. ബന്ധുക്കളും പിരിഞ്ഞു. ഇപ്പോൾ എന്തായടാ? പുച്ഛത്തോടെ മധുചന്ദ്രൻ യദുവിൻ്റെ നേരെ തിരിഞ്ഞു. അവൻ മിണ്ടാതെ അകത്തേക്ക് പോയി. എന്താ സുജാതയുടെ നീറ്റൽ ഇതുവരെയും തീർന്നില്ലേ? മുഖത്ത് ചെറു ചിരി വരുത്തി അയാൾ സുജാതയെ നോക്കി. ഒന്നും പറയാതെ അവളും അകത്തേക്ക് നടന്നു. ആളൊഴിഞ്ഞ പന്തലും മേശയും കസേരകളും നോക്കി അയാൾ സിറ്റൗട്ടിൽ നിന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങും കഴിഞ്ഞു. വരദയുടെ കയ്യിൽ നിന്ന് ആധാരവും എഗ്രിമെൻറ്റും വീണ്ടെടുക്കാൻ ഇനിയും 2 ആഴ്ച കാത്തിരിക്കണം. അവിടെ ചെന്ന് അവൾ അറിയാതെ ആധാരം മാത്രം കൈക്കലാക്കിയാലോ? ഫയലിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ആധാരം മാറ്റിയാൽ അവൾ അറിയാൻ പോകുന്നില്ല. നാളിതുവരെയുള്ള തൻ്റെ വിശ്വാസം തകർത്തു കളഞ്ഞവളാണ്. ആധാരം ഒരു നിമിഷം പോലും വൈകാതെ കൈക്കലാക്കണം. അക്കൗണ്ടിൽ അവൾ തന്ന പണം ഇട്ടുകൊടുത്തിട്ട് ആധാരമെടുത്ത വിവരം പറയണം. നാളെ വരദയെ കാണാൻ പോകണം. മധുചന്ദ്രൻ കിച്ചണിലേക്ക് വന്നു. പ്ലേറ്റുകൾ കഴുകുകയാണ് സുജാത. അയാൾ ഗ്ലാസ്സിൽ വെള്ളമെടുത്തു. നാളെ ഓഡിറ്റിംഗ് ഉണ്ട്. സുജാതയുടെ മനസ്സിരമ്പി. അവളെ തേടി പോകുന്നു. ഇന്നു രാത്രി പോകുന്നുണ്ടോ? കോട്ടയത്താ, രാവിലെ പോകുന്നതേയുള്ളൂ. അയാൾ വെള്ളം കുടിച്ചു തീർത്ത് ഗ്ലാസ് വെച്ചു. 2 ദിവസം കാണുമല്ലേ? അത്രയും ദിവസം വേണമല്ലോ. ഉറപ്പായും. യദു ഉള്ളതുകൊണ്ട് താനിപ്പോൾ തനിച്ചാവില്ലെന്ന ആശ്വാസമുണ്ട്. അവൻ എന്നാ പോകുന്നത്? അറിയില്ല. ഇനി അവനും അവൻ്റെ വഴിക്ക് പോകാലോ. വണ്ടിയുടെ ഹോൺ കേട്ടു. പന്തലിൻ്റെ ആൾക്കാരാ. അയാൾ അവിടെ നിന്ന് പോയി. സുജാത കൈകൾ തുടച്ചിട്ട് കബോർഡിൽ നിന്ന് സെല്ലെടുത്തു. ബെന്നിച്ചൻ്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചു. എന്താ സുജാതേ? മധുവേട്ടൻ നാളെ രാവിലെ ഓഡിറ്റിങ്ങിനെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കോട്ടയം എന്നാ പറഞ്ഞത്. പച്ചക്കള്ളം, അവളെ കാണാൻ പോകുന്നതാ. അയാളുടെ സ്വരം വന്നു. പിന്നാലെ അയാൾ അറിയാതെ ഫോളോ ചെയ്യാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? സുജാത, അതെനിക്ക് വിട്ടേക്ക്. നാളെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വിവരം തന്നാൽ മതി. അയാൾ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണെങ്കിൽ നാളെ 11 മണിക്ക് ഫുൾ ഡീറ്റെയിൽസ് സുജാതയ്ക്ക് കിട്ടിയിരിക്കും. ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങിയാലുടൻ ഞാൻ വിളിച്ചു പറയാം. സുജാത കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ നെഞ്ചോട് ചേർത്ത് ചുമർ ചാരി നിന്നു. നാളെ അവളെക്കുറിച്ചെല്ലാം അറിയാൻ കഴിയും. ആരോ ഓട്ടോയിൽ വന്ന് കയറിയതറിഞ്ഞ് ഭവാനി ഇയർഫോൺ കാതിൽ നിന്നെടുത്തു. എങ്ങോട്ടാ? അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്ന് പകച്ചു. പിന്നിൽ യദു ഇരിക്കുന്നു. ഭവാനി മുഖത്ത് ചിരി വരുത്തി. അല്ല, ആരിത്? യദുച്ചേട്ടനോ? ഓട്ടമൊക്കെ ഉണ്ടോടാ ഭവാനി? വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോണു ചേട്ടാ. എന്താ ബൈക്ക് എടുക്കാതിരുന്നത്? നീ വണ്ടി ശംഖുമുഖത്തേക്ക് വിട്. ഒരസ്വാഭാവികത തോന്നിയെങ്കിലും ക്വിക്കർ വലിച്ച് ഭവാനി ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. റോഡിലേക്ക് കയറി ഓട്ടോ ഓടാൻ തുടങ്ങി. യദുചേട്ടൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, കമൻ്റ് ഇടാറുമുണ്ട്. ലയയുടെ കല്യാണം പ്രമാണിച്ച് യാത്ര മതിയാക്കി വന്നതാണല്ലേ? ആ, നിന്നെ അവളുടെ കല്യാണത്തിന് കണ്ടില്ലല്ലോ.
നീയല്ലേ അവളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിവായി കൂട്ടിക്കൊണ്ടു വന്നിരുന്നത്? അറിഞ്ഞു വെച്ചുള്ള സംസാരമാണെന്ന് ഭവാനിക്ക് മനസ്സിലായി. അതൊക്കെ ശരി തന്നെ, പക്ഷേ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നത് മോശമല്ലേ ചേട്ടാ? റോഡിലേക്ക് നോക്കിയിരുന്ന അവൻ പറഞ്ഞു. നിന്നെ ക്ഷണിച്ചില്ലേ? മധുസാറ് ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തൊന്നും കല്യാണം ക്ഷണിക്കാൻ വന്നില്ല. അതൊരു കോളനി ആയിട്ടാവും. അവൾ നിന്നെ വിളിക്കാതിരിക്കില്ലല്ലോ? ഇല്ല, ലയയും പറഞ്ഞില്ല. അതിലെന്തു വിഷയമാ ഉള്ളത്? ഞാൻ ഓടിയത് പൈസ വാങ്ങിയല്ലേ. യദുവിൻ്റെ മറുപടി വന്നില്ല. യദുചേട്ടൻ യാത്ര തുടങ്ങുന്നില്ലേ? ഞാൻ ഉടനെ പോകും. പിന്നെ അവർ തമ്മിൽ സംസാരമൊന്നും ഉണ്ടായില്ല. ഓട്ടോ ഓടി ശംഖുമുഖം ബീച്ച് റോഡിലെത്തി. ഇനി എങ്ങോട്ടാ? ഭവാനി മുഖം തിരിക്കാതെ ചോദിച്ചു. നിനക്ക് തിരക്കുണ്ടോ? നിന്നോട് സംസാരിക്കാനാ ഞാൻ വന്നത്. ഊഹിച്ചതുപോലെ തന്നെ കാര്യമെന്ന് ഭവാനിക്ക് മനസ്സിലായി. അവൻ റോഡരികിൽ ഓട്ടോ ഒതുക്കി നിർത്തി. കാക്കി ഷർട്ടൂരി വണ്ടിയിലിട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ മണ്ഡപത്തിനു നേരെ നടന്നു പോകുന്ന യദുവിനെ കണ്ടു. ഭവാനി പടികളിറങ്ങി താഴെ വന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു. വൈകുന്നേരമായതിനാൽ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കടലിൽ നോക്കി നിന്ന യദു അവൻ്റെ നേരെ തിരിഞ്ഞു. നീയും ലയയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? മുഖവരയില്ലാതെയായിരുന്നു യദുവിൻ്റെ ചോദ്യം. ഭവാനി തയ്യാറെടുത്തു നിന്നതിനാൽ ഒന്ന് ചിരിച്ചു. എനിക്കെൻ്റെ കാര്യമേ പറയാൻ പറ്റൂ. എൻ്റെ ചിന്തയിൽ പോലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ലയയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട്. യദു അവനെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞത് സത്യമായി യദുചേട്ടാ. ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചിട്ടേയില്ല. സംസാരിച്ചിരുന്നെങ്കിൽ ലയ ഇപ്പോൾ മറ്റൊരാളിൻ്റെ ഭാര്യയാവില്ലായിരുന്നു. കൂസാതെ ഭവാനി പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊന്നും യദുചേട്ടനില്ലേ? ഇനി എന്തിനാ അതിനെപ്പറ്റി സംസാരിച്ച് സമയം കളയുന്നത്? അവളുടെ വിവാഹം കഴിഞ്ഞു. എല്ലാ നിലയിലും യോഗ്യനായ ഒരാളിൻ്റെ കൂടെ ജീവിതവും തുടങ്ങി. അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. മധുചന്ദ്രൻ്റെ വാക്കുകൾ യദുവിൻ്റെ കാതിൽ മുഴങ്ങി. താലി കെട്ടിയവനെ വേണ്ടെന്ന് വെച്ച് അവൾ ഇറങ്ങി വരാൻ വെമ്പൽ കൊള്ളുന്നത് ഓട്ടോക്കാരനുമായുള്ള പ്രേമബന്ധത്തിൻ്റെ പുറത്താ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ലല്ലോ. യദു സ്വരം കടുപ്പിച്ചു. യദുചേട്ടൻ എന്താ മനസ്സിലാക്കിയത്? അതു പറ. എനിക്കറിയാവുന്ന കാര്യം ഞാനും പറയാം. അവൾ നിന്നെ ഇപ്പോഴും വിളിക്കാറുണ്ടോ? കല്യാണ തലേന്നാൾ ഒരു തവണ വിളിച്ചിരുന്നു. ഞാൻ എടുത്തില്ല. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അരുണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൾ ഭവാനിയെ വിളിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ അവളുടെ നിലപാട് പറയുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് യദു ചിന്തിച്ചു. യദുചേട്ടാ, എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാവുന്നത് ഞാൻ പറയാം. ലയയ്ക്ക് എന്നോട് ഇഷ്ടമുള്ള കാര്യം ഒരിക്കൽ പോലും അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാനൊരു ഓട്ടോ ഡ്രൈവർ മാത്രമായിട്ടേ അവളോട് പെരുമാറിയിട്ടുള്ളൂ. അവൾക്കൊരു വിവാഹാലോചന വന്നപ്പോൾ എന്നോടുള്ള ഇഷ്ടം അവൾ അമ്മയോട് പറഞ്ഞു. ഞാനതറിയുന്നത് അന്നു രാത്രി മധുസാർ എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ്. യദുചേട്ടൻ ഇപ്പോൾ എന്നോട് ചോദിച്ച അതേ ചോദ്യവുമായി അന്നു നടന്ന സംഭവങ്ങൾ അവൻ പറഞ്ഞു. മധുസാർ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളുടെ സ്വാധീനം അറിയാവുന്ന എൻ്റെ അമ്മ പേടിച്ചുപോയി. മധുസാർ വന്ന വിവരം ലയ അറിയരുതെന്ന് പറഞ്ഞു. അവളോട് പറയാൻ പോകുന്നത് ഞാനുമായുള്ള ബന്ധത്തിന് എതിരില്ലെന്നാണത്രേ. മനസ്സിലായില്ല? ഒരു ഡ്രാമ. പിറ്റേന്ന് എന്നെ കണ്ട് ഇഷ്ടം തുറന്നു പറയാൻ അവളോട് ആവശ്യപ്പെടുമെന്ന്. ഞാൻ അവളെ കാണാൻ പോകാതെ ഒഴിയണം. അതുതന്നെ സംഭവിച്ചു. പുറത്തു വെച്ചൊന്ന് കാണണം, സീരിയസ് മാറ്റർ ആണെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിച്ചു. അന്ന് ഞാനൊരു പെൺകുട്ടിയെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. എന്നിട്ടും അവൾ കാര്യം പറഞ്ഞില്ല. പിന്നെ ഞാൻ അറിയുന്നത് അവളുടെ വിവാഹം തീരുമാനിച്ച വിവരമാണ്. ആരും തന്നോടിത് പറഞ്ഞില്ലല്ലോ എന്ന് യദു സങ്കടപ്പെട്ടു. കുഞ്ഞാറ്റ പോലും മറച്ചുവെച്ചു. പിന്നെ ഒരു സംഭവമുണ്ടായി. വിവാഹ തലേന്നാൾ രാവിലെ ലയ എൻ്റെ വീട്ടിൽ വന്നു. അമ്മ എന്നെ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. ഞാൻ ഓട്ടത്തിന് പോയെന്ന് പറഞ്ഞ് അവളെ തിരിച്ചയച്ചു. എന്തിനാണ് അവൾ വന്നതെന്ന് അമ്മയോട് പറഞ്ഞതുമില്ല. എനിക്കറിവുള്ള കാര്യങ്ങൾ ഇതുമാത്രമാണ്. രാവിലെ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു പോയ ലയയെ അന്വേഷിച്ച് താൻ പോയത് യദു ഓർത്തു. അവൾക്ക് തോന്നിയ ഒരു ചാബല്യമായി യദുവേട്ടൻ ഇതിനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ കോളനിയിൽ താമസിക്കുന്ന ഓട്ടോക്കാരനോട് എന്തിൻ്റെ പേരിലാണ് ഇഷ്ടം തോന്നേണ്ടത്? ഞങ്ങളുടെയൊക്കെ കൈമുതൽ ഒരു മനസ്സു മാത്രം. ഇപ്പോൾ ആ മണ്ടത്തരത്തെപ്പറ്റി അവളും ഓർക്കുന്നുണ്ടാവും. പെൺകുട്ടികളുടെ മനസ്സ് അത്രയേ ഉള്ളൂ. അവർ ജീവിതം പഠിക്കാൻ സമയമെടുക്കും. ഭവാനി ചിരിച്ചു. നീ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ലെന്ന് എനിക്ക് വിശ്വസിക്കാമോ?
ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടാവില്ല. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. എൻ്റെ പിന്നിൽ കയറിയ ആരായാലും ഒരാപത്തും കൂടാതെ അവർ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക. അതിനെന്ത് റിസ്ക്കും എടുക്കുന്നവരാ ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സ്. വഴിയിൽ കളഞ്ഞിട്ട് പോവില്ല. കിട്ടുന്ന തുച്ഛമായ പൈസയല്ല ഞങ്ങൾ നോക്കാറ്. അത് തൊഴിലായാലും ജീവിതമായാലും. ഞങ്ങൾ ഐറ്റം വേറെയാ യദുച്ചേട്ടാ. ഒരു ചുവട് നടന്നിട്ട് ഭവാനി നിന്നു. എന്നെ വിടുന്നോ അതോ വന്ന വഴിക്ക് തിരിച്ചു പോരുന്നോ? എനിക്കല്പം ധൃതിയുണ്ട്. 6:30 ഒരു ഓട്ടം ഏറ്റതാ. വരുന്നില്ലേൽ ആ കാശിങ് തന്നേക്ക്. അവൻ്റെ പിന്നാലെ യദു നടന്നു. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.